പ്രദേശത്തുള്ള പെൺകുട്ടികളുടെ ബൗദ്ധികവും ആത്മീയവും വിദ്യാഭ്യാസപരമായിട്ടുള്ള സാമൂഹ്യപരമായിട്ടുള്ള ഉയർച്ചയിലാക്കി 97 സംവത്സരം മുൻപ് ആരംഭിച്ച ഈ സരസ്വതി ക്ഷേത്രത്തിൻ്റെ വാർഷികത്തിനായിട്ട് ഞങ്ങൾ കൂടി വന്നിരിക്കുമ്പോൾ ദൈവമേ, അവിടുത്തെ ധന്യമായ കൃപകളും അനുഗ്രഹങ്ങളും വാഴുകളും എല്ലാവരുടെയും പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിദ്യാഭ്യാസത്തിൻ്റെ ദീപശിഖ തലമുറകളിലേക്ക് കൈമാറി സമൂഹത്തിന് വിജ്ഞാനവും മൂല്യവും പകർന്നുകൊണ്ടിരിക്കുന്ന കോഴഞ്ചേരി സെൻറ്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂളിൻ്റെ 96ാമത് വാർഷിക ആഘോഷ പൊതു സമ്മേളനത്തിലേക്ക് നിങ്ങളെ ഏവരെയും ഹൃദയം നിറഞ്ഞ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നതിൽ എനിക്ക് അതിയായ സന്തോഷവും അഭിമാനവും അനുഭവപ്പെടുന്നു. ഇന്ന് നമ്മൾ ഒത്തുചേരുന്നത് ഒരു വാർഷികാഘോഷം നടത്തുവാനായി മാത്രമല്ല, നേട്ടങ്ങളെ ആഘോഷിക്കുവാനും സമർപ്പണത്തെ ആദരിക്കുവാനും പാരമ്പര്യത്തെ അഭിവന്ദിക്കുവാനും കൂടിയാണ്. വളരെയധികം സന്തോഷത്തോടുകൂടി ഒരു വർഷം കൂടി നമ്മുടെ ആനിവേഴ്സറി കൊണ്ടാടുന്ന ഈ പ്രത്യേക സുദിനത്തിൽ പ്രൗഢമായ ഈ സദസ്സ് ഇത്രയും അനുഗ്രഹകരമായി ക്രമീകരിപ്പാൻ ദൈവം നമ്മളെ സഹായിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് 1929 ശേഷം കോഴഞ്ചേരിയിൽ, പ്രത്യേകിച്ച് കീഴുകര, മേലുകര, കോഴഞ്ചേരി പ്രദേശത്ത് ജനിച്ച സ്ത്രീകളെല്ലാം ഭാഗ്യമുള്ളവർ. കാരണം 1929 മുൻപ് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നിഷേധിച്ചിരുന്ന ഒരു സാഹചര്യമായിരുന്നു നമ്മുടെ ദേശത്തുണ്ടായിരുന്നു. പെൺകുട്ടികൾ പഠിച്ചു കഴിഞ്ഞാൽ മിനിമം വിദ്യാഭ്യാസം കൊടുത്തതിന് ശേഷം 11-12 വയസ്സാകുമ്പോൾ കുടുംബസ്ഥയാക്കി വിടുന്ന പതിവായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ദുസ്സഹമായിട്ടുള്ള സാഹചര്യം മനസ്സിലാക്കി അക്കാലത്ത് കോഴഞ്ചേരി ഇടവകയുടെ വികാരിയും സഭയുടെ പ്രമുഖനായ പട്ടക്കാരനുമായ കുറുന്തോട്ടിക്കൽ കെ ടി തോമസ് അച്ഛൻ്റെ ദീർഘവീക്ഷണത്തിൻ്റെ ഫലമായിട്ടാണ് ഈ കുന്നിന് മുകളിൽ സെൻറ്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂൾ പടുത്തുയർത്തുവാനായിട്ടിടയായിത്തീർന്നു. 1929 ആരംഭിച്ച ഈ സ്ഥാപനം 2029 100 വർഷത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപായിട്ടുള്ള ഒരു ആനിവേഴ്സറി കൂടി കൊണ്ടാടുവാൻ ദൈവം നമ്മെ അനുവദിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ രാജ്യത്തിൻ്റെ പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അദ്ദേഹം പറഞ്ഞൊരു കാര്യം. അദ്ദേഹം പറഞ്ഞത്, when you educate a man, you are educating a person. But when you are educating a girl child or a woman, you are educating generations. ഒരു ആൺകുട്ടിയെ അല്ലെങ്കിൽ പുരുഷനെ വിദ്യാഭ്യാസം ചെയ്യിക്കുമ്പോൾ നിങ്ങൾ ഒരു വ്യക്തിക്ക് വിദ്യാഭ്യാസം നൽകുന്നു. ഒരു പെൺകുട്ടിക്ക് വിദ്യാഭ്യാസം നൽകുമ്പോൾ നിങ്ങൾ തലമുറകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നു എന്നുള്ളതാണ്. എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളോട് പറയാനായിട്ട് ഉള്ളത്, വിദ്യാഭ്യാസം എന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ നമ്മളിലെ വ്യക്തിയെ വളർത്തുകയാണ്. എങ്ങനെയൊക്കെ? ഫിസിക്കലും ആയി, മെൻ്റലി, അതുപോലെ ഇൻ്റലക്ച്വലി, സ്പിരിച്വലി ഒക്കെ, ശാരീരികവും മാനസികവും ബൗദ്ധികവുമായിട്ടൊക്കെയുള്ള സമഗ്രമായ നമ്മുടെ വളർച്ചയാണ് വിദ്യാഭ്യാസത്തിലൂടെ ലക്ഷ്യമിടുന്നത്. നിങ്ങൾക്കെല്ലാം ജീവിതത്തിൽ ഓരോ ലക്ഷ്യങ്ങളും ഉണ്ടാകും, ഇല്ലേ? അപ്പം നിങ്ങൾ എന്താകണമെന്ന് ചിന്തിക്കുന്നോ അതിനെ കുറിച്ച് നിങ്ങൾ ഡ്രീം ചെയ്യണം, സ്വപ്നം കാണണം. നമ്മൾ രാത്രി മാത്രം കാണാനുള്ളതല്ല, സ്വപ്നത്തിന് വേണ്ടി അധ്വാനം ചെയ്യണം, അത്യധ്വാനം ചെയ്യണം. സ്വപ്നങ്ങളെ ചേസ് ചെയ്യുവാൻ നിങ്ങൾക്ക് കഴിയട്ടെ, സ്വപ്നങ്ങൾക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. ഒന്നും ഇമ്പോസിബിളായിട്ടുള്ളതില്ല എന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ നിങ്ങളെല്ലാവരും പ്രത്യേകമായിട്ട് ഓർക്കണം എന്നുള്ളത് കൂടി അവസരത്തിൽ പറയട്ടെ. അതോടൊപ്പം ഇന്ന് നമ്മുടെ റിട്ടയർ ചെയ്യുന്ന ബഹുമാനീയരായിട്ടുള്ള സുജു മാഡം, അതുപോലെ അനിത മാം, സോജി മാം, മിനി മാം, എല്ലാവർക്കും നിങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രിയപ്പെട്ടവരാണ് ഇവരെല്ലാവരും എന്ന് ഞാൻ കരുതുന്നു. എല്ലാവർക്കും വേണ്ടി, ഈ നാടിനു വേണ്ടി ഏറ്റവും ആദരപൂർവ്വം, ഹൃദയപൂർവ്വം നന്ദിയും ആദരവും ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. എന്നെ ഇതിലേക്ക് വിളിച്ചതിൽ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിച്ചുകൊണ്ട് എല്ലാവരുടെ അനുവാദത്തോടെ ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിക്കുന്നതായി അറിയിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു മാം. ഇപ്പോൾ ആദരണീയായ മന്ത്രി ദീപം പ്രകാശിപ്പിച്ച് നമ്മുടെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതാണ്.
96 വർഷമായി ഈ പ്രദേശത്തിന് വിളക്കായി നിൽക്കുന്ന ഈ സ്കൂളിൻ്റെ 96ാമത് വാർഷികം ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു. കാലാകാലങ്ങളായി സ്കൂളിന് നൽകിയ നന്മകൾക്ക് മുൻപിൽ ജഗദീശ്വരനെ നമിക്കുന്നു. ഇനിയും ആദരണീയായ മന്ത്രി, സർവീസിൽ നിന്നും വിരമിക്കുന്ന പ്രിയങ്കരായ അധ്യാപികമാർക്കും സംസ്ഥാന കലോത്സവത്തിൽ എ ഗ്രേഡ് നേടിയ വിദ്യാർത്ഥി പ്രതിഭകൾക്കും സമ്മാനം നൽകുന്നതാണ്. സ്കൂളിൻ്റെ 95ാമത് വാർഷികവും രക്ഷാകർതൃദിനവും യാത്രയപ്പ് സമ്മേളനവും 2025 ജനുവരി 31-ാം തീയതി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടത്തപ്പെട്ടു. അഭിവന്യ മോസ്റ്റ് റവറൻഡ് ഡോക്ടർ യുഹാനോൻ മാർ ക്രിസോസ്റ്റം തിരുമേനി മുഖ്യാതിഥിയായിരുന്നു. റാന്നി MLA അഡ്വക്കേറ്റ് പ്രമോദ് നാരായൺ വിദ്യാർത്ഥിനികൾക്ക് പ്രചോദനാത്മകമായ പ്രഭാഷണം നടത്തി. വിപ്ലവകരമായ ഒരു മാറ്റത്തിന് രൂപം നൽകിയ ഒരു സ്കൂളാണ് സെൻറ്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂൾ. നമുക്കറിയാം, വിദ്യാഭ്യാസം ലോകത്തിൻ്റെ നെറുകയിലേക്ക് ചെന്ന് എത്തുന്നതും സ്വപ്നം കാണുന്നതും സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതുമാണ്. നമുക്കറിയാം, ഇന്ന് വിദ്യാഭ്യാസ മേഖലയിൽ നാം ഒരുപാട് പുരോഗതിയിൽ നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. അറിവ് വിരൽത്തുമ്പിലാണ്. ഒരു തലമുറയെ നല്ല മനുഷ്യരാക്കി, പച്ചയായ മനുഷ്യരാക്കി രൂപപ്പെടുത്തുന്ന ഒരു രൂപപ്പെടുത്തലിൻ്റെ ഇടമാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. നല്ല ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന, സ്നേഹവും ആദരവും ലോകത്തിന് മനുഷ്യർക്ക് നൽകുന്ന ഒരു തലമുറയെ കെട്ടുപണി ചെയ്യുന്ന ഒരു ഇടമായിട്ട് മാറട്ടെ. സ്വപ്നമില്ലാത്ത തലമുറയാണ് നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്നത്. എന്നാൽ അവരുടെ ജീവിതത്തിൽ നല്ല സ്വപ്നങ്ങൾ ഞങ്ങൾ ഇതായിത്തീരും എന്നുള്ള ഒരു ദർശനത്തോടുകൂടെ ഒരു തലമുറയെ വാർത്തെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. പ്രത്യേകിച്ച് ഈ സ്കൂളിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ആദരണീയനായ അച്ഛൻ ഇപ്പോൾ നമ്മുടെ 4 അധ്യാപികമാരുടെയും ഫോട്ടോ അനാച്ഛാദനം ചെയ്യുന്നതായിരിക്കും. നമ്മുടെ കൊച്ചു പ്രദേശമായ കോഴഞ്ചേരിക്ക് വിദ്യാഭ്യാസ മേഖലയിൽ അച്ഛൻ പറഞ്ഞ പോലെ വിപ്ലവകരമായ മാറ്റം ഉണ്ടാകുവാൻ വിദ്യാഭ്യാസ മേഖലകളാണ് സമൂഹത്തിന് വേണ്ടത്. കോഴഞ്ചേരിക്ക് മർത്തോമ സഭ നൽകിയ സംഭാവനയാണ് 3 കലാലയങ്ങൾ. സെൻറ് തോമസ് കോളേജ് ഉൾപ്പെടെ 3 കലാലയങ്ങളാണ് കോഴഞ്ചേരിയിലുള്ളത്. എല്ലാ കാര്യവും നല്ലതായിട്ട് മുൻപോട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈശ്വരകൃപയാൽ കൂടുതൽ കുട്ടികൾ വന്ന് കൂടുതൽ പ്രവർത്തനത്തിൽ നമ്മുടെ തൊട്ടടുത്തുള്ള നമ്മളെല്ലാവരും പഠിച്ച നമ്മുടെ സഹോദരിമാരൊക്കെ പഠിച്ച സ്കൂളിൽ നല്ല പ്രവർത്തനവുമായി ദീർഘകാലം ഈ സ്കൂളിൻ്റെ പ്രവർത്തനം മുൻപോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ വാക്ക് ഞാൻ നിർത്തുന്നു.
ഇവിടെ വന്നപ്പോൾ ആ പഴയകാല ഓർമ്മ. ഇത് കുട്ടികളെ എനിക്കൊന്ന് പറയാനേ ഉള്ളൂ, ഈ കാലഘട്ടത്തിൽ ഈ സ്കൂൾ കാലഘട്ടമാണ് എന്നും ഓർമ്മ നിൽക്കുന്നത്. ജീവിതത്തിലെ ഏറ്റവും നല്ല ഓർമ്മകൾ, നിമിഷങ്ങൾ ഈ ഒരു കാലഘട്ടമാണ്. പിന്നെ നമ്മൾ പഠിച്ച് +2 കഴിഞ്ഞ് നമ്മുടെ ജോലി തിരക്കാവും, പിന്നെ ജീവിതത്തിൽ വേറെ ഓരോ സ്റ്റെപ്പായിട്ട് പോകും. ഈ കലയാല ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു ആസ്വദിക്കണം, പഠിത്തമായിരിക്കണം മുൻകൈ നേരം, പഠിത്തത്തിലാണ്ട് കല, സാംസ്കാരിക ഇത് വേണം, സ്പോർട്സ് വേണം, എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകണം. അതുപോലെ എന്നെ ക്ഷണിച്ച PTA സെൻറ്റ് മേരീസ് സ്കൂൾ PTA ഉള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ടീച്ചേഴ്സ് റൂമിലെ സന്തോഷവും പൊട്ടിച്ചിരികളും തമാശ പറച്ചിലും ഒക്കെ ഞങ്ങൾക്ക് ഈ സ്കൂളിൽ ഏറെ സന്തോഷകരമായിരുന്നു. വളരെ സന്തോഷത്തോടെ എല്ലാവരും ഇവിടെ ഒത്തൊരുമയോടെ പ്രവർത്തിക്കുന്നു. എല്ലാ അധ്യാപക, അനധ്യാപക സഹപ്രവർത്തകരോടും ഉള്ള നന്ദിയും കടപ്പാടും സ്നേഹവും അറിയിച്ചുകൊണ്ട് എന്നെ ഇത്രത്തോളം ഈ വേദിയിൽ നിർത്താൻ സഹായിച്ച പരമകാരുണ്യമാന് എല്ലാറ്റിനും 1000 നന്ദി, സ്തുതി, സ്തോത്രങ്ങൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ ഈ വാക്ക് നിർത്തുന്നു. നമസ്കാരം. വിദ്യാഭ്യാസം കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ്. അത് ജനസമൂഹത്തെ, സഞ്ചയത്തെ, രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിക്കുന്നതിന് അത്യന്താപേക്ഷിതമാണ് എന്നുള്ള തിരിച്ചറിവിലാണ് കോഴഞ്ചേരി സെൻറ്റ് തോമസ് മാർത്തോമ ഇടവക ഇത്തരത്തിൽ ഈ സ്കൂളുകളൊക്കെ സ്ഥാപിക്കുകയും നല്ല അധ്യാപകരെയും നല്ല സ്റ്റാഫ് അംഗങ്ങളെയും ഒക്കെ കാലാകാലങ്ങളിൽ തിരഞ്ഞെടുത്ത് ഈ വേലയിലേക്ക്, ജോലിയിലേക്ക് അയക്കുന്നത് എന്നുള്ളതും നമുക്കറിയാം. ഞാനിങ്ങോട്ട് വന്നപ്പോൾ എന്നെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യം, 4 പേരുടെ ഫോട്ടോ വളരെ ചുറിയുറുക്കോടുള്ള പ്രസരിപ്പോടുകൂടിയ റിട്ടയർ ചെയ്യുന്ന അധ്യാപകർ എന്ന പടം അവിടെ വെച്ചിരിക്കുന്നു. അവരെ കണ്ടാൽ റിട്ടയർ ചെയ്യാമെന്ന് പറയാൻ ആർക്കെങ്കിലും പറ്റുമോ? ഇന്നത്തെ 56 വയസ്സിൽ ഗവൺമെൻറ് നിശ്ചയിച്ച പ്രകാരം റിട്ടയർ ചെയ്തേ പറ്റുള്ളൂ. പക്ഷേ സൂസൻ ടീച്ചറിൻ്റെ കാലം തുടങ്ങിയാണ് അലുമിനി അസോസിയേഷൻ. വളരെ ഭംഗിയായിട്ട്, വളരെ അച്ചടക്കത്തോട്, ചിട്ടയോടുകൂടി എന്തെല്ലാം പ്രവർത്തനങ്ങൾ ഞങ്ങൾ അന്ന് ആഴ്ച വെച്ചോ, എത്ര പേര് നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ച് പൂർവ്വ വിദ്യാർത്ഥികളുടെ സഹകരണത്തോടെ ഇന്ന് ഈ മൈക്ക് സെറ്റ് നമ്മുടെ PS ഏലിക്കുട്ടി ടീച്ചറിൻ്റെ മക്കൾ അവരുടെ ഡൊണേഷനാണിത്. അങ്ങനെ എത്ര മാതാപിതാക്കൾ, ഇവിടെ പഠിപ്പിച്ച അധ്യാപകരുടെ മക്കൾ, അല്ല പഠിച്ച കുട്ടികൾ, എന്തുമാത്രം സോഴ്സ് നമുക്കുണ്ടായിട്ടും നമ്മൾ ഉപയോഗിക്കാതെ പോകുന്ന എനിക്കേറെ സങ്കടമുണ്ട്. അഭിമാനകരമായ നേട്ടങ്ങൾ കൈവരിച്ച് മുൻപോട്ട് ജൈത്രയാത്ര നടത്തിക്കൊണ്ടിരിക്കുന്ന നമ്മളുടെ സെൻറ്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂളിൻ്റെ 96ാമത് വാർഷിക മീറ്റിങ്ങും സജീവ സേവനത്തിൽ നിന്ന് റിട്ടയർ ചെയ്യുന്ന നമ്മുടെ ബഹുമാന്യരായ അധ്യാപകരുടെ യാത്രയപ്പ് സമ്മേളനവും ഒരുക്കിയിരിക്കുന്ന ഈ സുന്ദരമായ വേദിയിൽ നമുക്കും പങ്കുചേരുവാൻ സാധിച്ചതിൽ ഞാൻ അഭിമാനം കൊള്ളുകയാണ്. ഈ വർഷം സജീവ സേവനത്തിൽ നിന്ന് വിരമിക്കുന്ന സഹപ്രവർത്തകരായ 3 അധ്യാപകർ ഉൾപ്പെടെയുള്ള എല്ലാ അധ്യാപകരെയും ഏറെ അഭിമാനത്തോടെ കാണുകയും അവരോടുള്ള സ്നേഹവും നന്ദിയും ഞാൻ മാനേജ്മെൻറ്റിൻ്റെയും സ്കൂൾ ബോർഡിൻ്റെയും പേരിൽ പ്രത്യേകമായിട്ട് ഈ സമയത്ത് അറിയിക്കുകയാണ്. നമ്മുടെ കാലഘട്ടത്തിലെ കുട്ടികൾ സമൂഹത്തിന് മുൻപിൽ ഏറ്റവും ഊർജ്ജസ്വലരായി നിൽക്കുന്നവരാണ്. തങ്ങളുടെ കഴിവുകളെ സമൂഹത്തിന് മുന്നിൽ പ്രകടിപ്പിക്കാൻ ശേഷിയുള്ള ഒരു പുതിയ തലമുറയാണ് നമുക്ക് മുമ്പിൽ വളർന്നു വരുന്നത്. ലോകത്തിൻ്റെ എല്ലാ വളർച്ചയുടെയും വികാസത്തിനുമൊപ്പം സഞ്ചരിക്കുന്നവരാണവർ. പുതിയ കാലഘട്ടത്തിലെ ടെക്നോളജികളെയും അറിവുകളെയും വളരെ വേഗത്തിൽ സ്വായത്തമാക്കിയ, അവയ്ക്കൊപ്പം സഞ്ചരിക്കുന്ന സമർത്ഥരാണ്. പക്ഷേ നാം എല്ലാവരും നമ്മളിലേക്ക് മാത്രമായി ഒതുങ്ങുന്ന ഒരു പുതിയ കാലഘട്ടത്തിൽ നമ്മുടെ തലമുറയെ കൂടി അവിടേക്കാണ് വളർത്തിയെടുക്കാൻ കൂടി ശ്രമിക്കുന്നത് എന്നതും അതോടൊപ്പമുള്ള ഒരു വസ്തുതയാണ്. നമ്മൾക്കറിയാം, നമ്മുടെ ഈ സ്കൂളിനെ സംബന്ധിച്ചോളം പറയുവാണെങ്കിൽ വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ കലാകായിക രംഗത്തുമൊക്കെ വളരെ മികച്ച പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതെന്ന് എനിക്ക് അന്നും മനസ്സിലാക്കാൻ പറ്റിയിരുന്നു. ഇപ്പം അതിലും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. സത്യത്തിൽ എനിക്ക് കുഞ്ഞുങ്ങളോട് പറയാനുള്ളത്, ഈ പഠന സമയം, സ്കൂൾ ലൈഫ് മാക്സിമം എൻജോയ് ചെയ്യണം. നമുക്കത് നല്ല രീതിയിൽ എൻജോയ് ചെയ്യണം. ഞാൻ പറഞ്ഞ വേറെ ഒരു രീതിയിലല്ല പറഞ്ഞത്. മാക്സിമം നമുക്കിവിടെ കിട്ടുന്ന ഫെസിലിറ്റീസ്, അത് കായിക രംഗത്താണെങ്കിലും മറ്റുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുക്കാൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കഴിയണം. നല്ല കഴിവുള്ള കുഞ്ഞുങ്ങളാണ്.
നമ്മുടെ അധ്യാപകരോടുള്ള അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ സദസ്സിലായിരിക്കുന്ന 4 ടീച്ചേഴ്സിനോടുള്ള നന്ദി, സ്നേഹവും അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. അവരുടെ റിട്ടയർമെൻറ്റ് ലൈഫ് വളരെ സന്തോഷപ്രദമായിട്ട് ദൈവ അനുഗ്രഹത്താൽ അവർക്ക് അവരുടെ ലൈഫ് സ്പെൻഡ് ചെയ്യുവാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ എൻ്റെ എല്ലാവിധ ആശംസകളും ഇന്നത്തെ ഈ ആനിവേഴ്സറിക്ക് ഉണ്ടാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ കരിയറിനകത്തെ എല്ലാ ഗ്രോത്തിനും ഈ സെൻറ്റ് മേരീസ് സ്കൂളിന് നല്ലൊരു ഫൗണ്ടേഷൻ തരാൻ കഴിഞ്ഞു എന്നുള്ളത് എനിക്ക് അഭിമാനപൂർവ്വം പറയാൻ സാധിക്കും. മാതാപിതാക്കളോട് എനിക്കിന്ന് പറയാനുള്ളത്, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ കൊടുക്കേണ്ട വിലയേറിയ സമ്മാനം എന്ന് പറയുന്നത് നല്ലൊരു ഫോണോ ആഡംബര വസ്തുക്കൾക്ക് വേണ്ടിയുള്ള പണമോ അല്ല, മറിച്ച് മൂല്യമുള്ള വിലമതിക്കാനാവാത്ത വ്യക്തിത്വങ്ങളുടെ ഉടമയാക്കുക എന്നുള്ളതിലേക്കുള്ള യാത്രയിൽ അവർക്ക് വേണ്ടി സമയം കണ്ടെത്തുക എന്നുള്ളതാണ്. I am so grateful for everything that you have done for me, and I am proud to say I am a St. Mary's Girls High School product. വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കിടാങ്ങളെ ദീർഘദർശനം ചെയ്ത ദൈവജ്ഞരാണ് നിങ്ങൾ. ദൈവം നിങ്ങൾക്ക് മേൽ ചൊരിഞ്ഞു തന്ന ആ വലിയ ദൗത്യത്തെ, ആ നിയോഗത്തെ ഈ സ്കൂളിൻ്റെ മണ്ണിൽ പൂർത്തീകരിക്കുവാൻ കഴിഞ്ഞുവെന്ന ആശംസയും തീർച്ചയായും ആ സംതൃപ്തിയും നിങ്ങളെ നിങ്ങളുടെ ജീവിതകാലത്ത് മുൻപോട്ട് നയിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് നന്മയുടെ വഴി കാണിച്ചു തന്നതിന്, ഞങ്ങളിൽ ഒരാളായി ജീവിച്ചതിന്, ഞങ്ങൾക്ക് സ്നേഹം നൽകിയതിന് നിങ്ങൾ 4 പേരോടും ഞങ്ങൾ അധ്യാപക സുഹൃത്തുക്കൾ കടപ്പെട്ടവരാണ്. നിങ്ങൾ ചൊരിഞ്ഞ സ്നേഹം ഞങ്ങളുടെ മേൽ മഴയായി ചൊരിയട്ടെ. നിങ്ങൾ പ്രാർത്ഥിച്ച പ്രാർത്ഥന ഞങ്ങൾക്ക് അനുഗ്രഹത്തിൻ്റെ മാരി ചൊരിഞ്ഞു തരട്ടെ. ഈ കോഴഞ്ചേരിയുടെ മണ്ണിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിൻ്റെ അർഹതയുള്ളവരാണെന്നുള്ള വിശ്വാസത്തോടു കൂടി പോകൂ. ഇവിടെ നിന്ന് സാവധാനം നിങ്ങൾ പടിയിറങ്ങൂ. നിങ്ങളുടെ സ്നേഹവും കരുതലും പ്രാർത്ഥനയും വീണ്ടും ഞങ്ങളുടെ മേലുണ്ടായിരിക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി നിങ്ങളുടെ യാത്രയ്ക്ക് എൻ്റെ യാത്രാമൊഴി സ്നേഹപൂർവ്വം നൽകട്ടെ. 1989 റവറൻ PV ജോർജ് അച്ഛൻ മാനേജരും ഏലിയാമ്മ ഷൗമൽ ടീച്ചർ ഹെഡ് മിസ്ട്രസ്സുമായിരിക്കെയാണ് ഞാൻ UP സെക്ഷനിൽ ആദ്യമായി എൻ്റെ ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത്. 94 ഹൈസ്കൂളിലേക്ക് പ്രൊമോഷൻ ലഭിക്കുകയും ചെയ്തു. അതിനുശേഷം കാലാകാലങ്ങളിൽ മാറി വന്ന മാനേജർമാർ, സ്കൂൾ ബോർഡ് അംഗങ്ങൾ ഏവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഇപ്പോഴത്തെ സ്കൂൾ മാനേജർ എബ്രഹാം തോമസ് അച്ഛനോടും ഇപ്പോഴത്തെ സ്കൂൾ ബോർഡ് അംഗങ്ങളോടുമുള്ള നന്ദി അറിയിക്കുന്നു. 1994 സെൻറ്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഒരു അധ്യാപികയായി എനിക്ക് ജോലിയിൽ പ്രവേശിക്കാൻ സാധിച്ചു. PV തോമസ് അച്ഛനായിരുന്നു അന്നത്തെ മാനേജർ. മോളി മാത്യു ടീച്ചറായിരുന്നു അന്നത്തെ ഹെഡ് മിസ്ട്രസ്. ടീച്ചറിൽ നിന്നും കിട്ടിയ എല്ലാ സ്നേഹത്തിനും കരുതലിനും ഞാൻ നന്ദി അർപ്പിക്കുന്നു. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എൻ്റെ ഈ സ്കൂൾ സോങ്ങാണ്. നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥിനി TS പൊന്മ ടീച്ചർ എഴുതി ജൂബിലി വർഷത്തിൽ നമ്മുടെ ജൂബിലി മാഗസിനകത്തുണ്ടായിരുന്ന ആ സ്കൂൾ സോങ് നമ്മളെല്ലാ വാർഷിക മീറ്റിങ്ങുകളിലൊക്കെ പാടാറുണ്ട്, പക്ഷെ ഇന്ന് കേട്ടില്ല. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ ആ 4 വരി പാട്ട് പാടിയ എൻ്റെ ഈ മറുപടി പ്രസംഗം അവസാനിപ്പിക്കാം. ജനനീ സ്നേഹമയീ സ്നേഹമയീ മമ ജനനീ ജയ വിദ്യാലയ ജനനീ ജയ സെന്റ് മേരീസ് നാമ വിരാജിത സുജന നന്ദിനി ജനനീ. യശശരീരനായി കുറുന്തോട്ടിക്കൽ റവറൻ KT തോമസ് കശിശ സ്ഥാപിച്ച ഈ വിദ്യാലയത്തിൽ 26 വർഷം അധ്യാപികയായി സേവനമനുഷ്ഠിക്കുവാനും ഇങ്ങനെയൊരു സന്തോഷകരമായ അവസരം ജീവിതത്തിൽ ഇന്ന് ലഭ്യമായതുമോർത്ത് ഞാൻ പരമകാരുണ്യവാനായ ദൈവത്തിന് നന്ദി കരേറ്റുന്നു. പ്രതിസന്ധികൾ വരുമ്പോൾ വീഴുപോകാതെ, മനസ്സു പതറാതെ, അടിയുറച്ച ഈശ്വരവിശ്വാസത്തിൽ നിലനിന്നുകൊണ്ട് അവയെ അതിജീവിക്കുക. അതിനുള്ള കരുത്ത് കരുണാമയനായ ദൈവം നിങ്ങൾക്ക് നൽകും. ഞാൻ സർവീസിൽ പ്രവേശിച്ചപ്പോൾ എങ്ങനെ ഈ സ്കൂളിൻ്റെ പടികൾ കയറിയോ അതുപോലെ തന്നെ ഇപ്പോഴും കയറുവാൻ എൻ്റെ കാലുകൾക്കും മനസ്സിനും ശരീരത്തിനും സൗഖ്യവും ബലവും ആരോഗ്യവും തന്ന കർത്താവിന് നന്ദി അർപ്പിക്കുന്നു. ഒരിക്കൽ കൂടി ഈ വിദ്യാലയം, സഹപ്രവർത്തകർ എല്ലാവർക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. വിദ്യാഭ്യാസത്തിനുപരി നല്ലൊരു വ്യക്തിത്വ രൂപീകരണം സാധ്യമാക്കുന്നതിന് ഈ സ്കൂൾ എന്നെ ഏറെ സഹായിച്ചു. സെൻറ്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂളിൽ നിന്നും ഈ വർഷം പടിയിറങ്ങുന്ന
ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട സ്കൂൾ HM സുജു ടീച്ചർ, അനിത ജോർജ് ടീച്ചർ, സോജി ടീച്ചർ, മിനി ടീച്ചർ ഈ സ്കൂളിലെ 4 അസറ്റുകളാണ്. തുടർന്നുള്ള വേളകളിൽ ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കാൻ ദൈവം ഇവരെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എനിക്ക് ഇങ്ങനെ ഒരു അവസരം നൽകിയ സ്കൂൾ HM സുജു ടീച്ചറിനോടും മറ്റ് അധ്യാപകരോടുമുള്ള നന്ദി അറിയിച്ചുകൊണ്ടും എൻ്റെ കർത്തവ്യത്തിൽ നിന്നും ഞാൻ വിരമിക്കുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ സ്കൂളിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും പിന്തുണയും പ്രോത്സാഹനവും നൽകിക്കൊണ്ട് സ്കൂളിനെ പുരോഗതിയിലേക്ക് നയിക്കുന്നതിന് എന്നും കൂടെ നിന്ന് പ്രവർത്തിക്കുന്നു. അച്ഛൻ്റെ അധ്യക്ഷ പ്രസംഗം നമുക്ക് ആവേശവും ഉത്സാഹവും പകർന്നു തന്നു. ആദരണീയായ എബ്രഹാം തോമസ് അച്ഛന് ഏവരുടെയും പേരിലുള്ള നന്ദി അറിയിക്കുന്നു. പട്ടുടൻ പാണി പുടവ പവിഴമൂത്തും മാലയും തിരയലങ്കരിച്ച പന്തലിൽ വന്നുതക വേണം മാർത്തോമൻ. തിരയലങ്കരിച്ച പന്തലിൽ വന്നെഴുന്തരുൾക മാർത്തോമൻ. തിരയലങ്കരിച്ച പന്തലിൽ വന്നരുൾ തരേ താകൃതീരത്താത് മൃദത്തെ മോഹത്തിൻ്റെ സൗദാബീവിയിൽ വിത്താണി മഹിയാകെ ചിത്തിരമുത്താണി രാഹത്തിനാളിത്തം മക്കൾ കതിരൊളി ദിക്കാമേ രാഹമിലതിശയക്കാമേ പുകളാലും തക്കമേ ഒക്കാമേ ഒക്കുമെ സൗജായ് വമ്പാണി സുരവാടിയിൽ ഹരമതു മുമ്പാണി ഒക്കുമെ സൗജായ് വമ്പാണി സുരവാടിയിൽ ഹരമതു മുമ്പാണി ശീലിത തിങ്കളിലെമ്പാണി അതിയായ ഇമ്പമിലെന്താണി ശീലിത തിങ്കളിലെന്താണി അതിയായ ഇമ്പമിലെന്താണി ജനഗണമന അതിനായക ജയ ഹി ഭാരത ഭാഗ്യ വിധാത പഞ്ചാബ് സിന്ധു ഗുജറാത്ത് മറാഠ ദ്രാവിഡ ഉത്കല ബംഗ വിന്ധ്യ ഹിമാചല യമുന ഗംഗ ഉജ്ജല ജലധി തരംഗ തവ ശുഭ നാമേ ജാഗേ തവ ശുഭ ആശിഷ മാഗേ गाहे तब जय गादा जन